ഇത് സംഭവം അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. നല്ല കൂളിങ് ഇതിൽ നടക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൈസൂർ കൂർഗിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ തന്നെ വന്നില്ല. സൂപ്പർ. ഒരുപാടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിൽ നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. എന്താണ് ഇവരെന്നിപ്പോൾ എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരേണ്ടി വരും. കുറേ ഉണ്ട്, കുറേ ഏരിയ എടുക്കുന്നുണ്ട്. ഇവിടേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണാൻ, അല്ല നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ സ്ഥലമുണ്ട് കാണാൻ. നല്ല കൂളിങ് ഇവിടെ നടക്കുമ്പോൾ. കുട്ടികളെ കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക എനർജി, ഒരു പ്രത്യേക ഹാപ്പിനെസ് ഒക്കെയാണ്. അതാണ് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇതിന് മുതിരണത് കിട്ടാ വരാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ കൂടെ കൂടുമ്പോൾ നമ്മളും ആ ഒരു പ്രായത്തിലേക്ക് പോകും. ഇവരുടെ കളി, ഇവരുടെ തമാശ, അതൊരു ഇതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇവരെ കൂടെ ഇങ്ങനെ നടക്കാനും ഇവരെ കൂടെ യാത്ര ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബാംബു ഫോറസ്റ്റ് കണ്ടാലും തീരുന്നില്ല. കുട്ടികളിവിടെ പരന്ന് കിടക്കുകയാണ്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് അറിയാലോ, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയും ഈ എന്താണ് എപ്പോഴും ഇറങ്ങുന്ന വെച്ചാൽ അതിനനുസരിച്ച് ഒരു ടൈം കൊടുക്കും. ഈ ടൈമിൽ ഇതിൻ്റെ അകത്ത് ബസ്സിൽ തിരിച്ച് കയറണം എന്ന് പറയും. അപ്പോൾ അവർ അതേപോലെ തിരിച്ച് ആ സമയമാകുമ്പോഴത്തേക്ക് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇവരെ എവിടേക്കാണ് ഉള്ളത് വെച്ചിട്ട് ഇവരെ തപ്പിക്കൊണ്ടുവരാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം ഇവർക്ക് എൻജോയ് ചെയ്യാനാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരിങ്ങനെ നടക്കും. പക്ഷെ ഇങ്ങനെ നമ്മളൊറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടൊന്നല്ലല്ലോ വരുന്നത്. കുറേ സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഹായ് ബർത്ത്ഡേ ഫങ്ഷനൊക്കെ നടത്താട്ടോ അവിടെ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾക്ക് ഞാൻ കുറച്ച് അത്ഭുതം പ്രകടിപ്പിക്കും കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ടെല്ലാം വീണ്ടും കാണുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ അത്ഭുതം പ്രകടിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും അത് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാവും. പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ അത്ഭുതം ഇല്ലാണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതത്തോടു കൂടി പറയണം. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതിപ്പോൾ ഇവളിപ്പോഴേ കാണുന്നുള്ളൂ, അങ്ങനെയുള്ള തോന്നലുകളൊന്നും വേണ്ട. എനിക്ക് കുറച്ച് അത്ഭുതം കൂടുതലാണ്. ഇതെന്താ കുറച്ച് പ്രതിമകൾ കേട്ടോ. അകലെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനലാന്ന് കേട്ടോ. പിന്നെ പെട്ടെന്ന് മനസ്സിലായി, അല്ല പെട്ടെന്നൊന്നും മനസ്സിലായി, കുറച്ചും കൂടി നടന്നു വന്നപ്പോൾ മനസ്സിലായി. കോൽക്കളി പോലെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എന്താ നിസാർ ഗദമ ബേർഡ് പാർക്ക്. അകത്തേക്ക് കടക്കാൻ ഫീസ് വേണുണ്ട്. അപ്പോൾ ഞാൻ പോയില്ല. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും. അടുത്തത് ഇതാ ഡീർ പാർക്കാണ് കേട്ടോ. ഇത് പിന്നെ പുറത്തുനിന്ന് കാണുന്നതുകൊണ്ട് ഫീസൊന്നുമില്ല. ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് റിവറിലേക്കുള്ള വഴിയാണോ തോന്നുന്നു കേട്ടോ. അടിപൊളി. ഇവിടെ വരെ വന്നിട്ട് ഈ വെള്ളം ഒന്ന് തൊട്ട് നോക്കാണ്ട് പോകാൻ തോന്നണില്ല. നല്ല തണുപ്പായിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി. നിങ്ങൾക്കറിയാലോ എനിക്കിങ്ങനത്തെ വെള്ളവും പുഴയും ഒക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണെന്ന്. എൻ്റെ പൊന്നോ എന്ത് തണുപ്പാണ്.
അങ്ങനെ നമ്മൾ റിവറും കണ്ട് റിവറിൻ്റെ അവിടെ നമ്മളെ കുട്ടികളെയൊന്നും കാണാനില്ല കേട്ടോ. അവരെ മുളയുടെ അവിടെ തന്നെ നിൽക്കുക തോന്നുന്നുണ്ട്. എക്സിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ടായിരിക്കും. കുറേ സ്ഥലത്തായിട്ടാ പുറ്റ് കാണുന്ന. ഇത് ഒറിജിനൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് പാമ്പുണ്ടാവുമെന്നല്ലേ പറയുക. ഞാനിങ്ങനത്തെ ഞങ്ങളവിടെ ഒരു സ്ഥലത്തുണ്ട്. ഇത് ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം. അത് ഇത് ഇനി ഉണ്ടാക്കിയതാവില്ല. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രം. ബാക്കി എല്ലാ ആൾക്കാർക്കും കുറേ സ്ഥലങ്ങളിൽ പോകാനും സ്ഥലങ്ങൾ കാണാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ പലർക്കും സാധിക്കില്ല. പലർക്കും സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ പലതാണ് കേട്ടോ. ഒരു കാരണം കൊണ്ട് മാത്രമല്ല സാധിക്കാത്ത, പല കാരണങ്ങൾ കൊണ്ടാണ്. മരത്തിൻ്റെ കൊത്ത് നോക്കും. അമ്മേ, ഇതിനകത്ത് എന്തേലും ഉണ്ടോ? നോട്ട് കഴിക്കണ മരം ഇട്ടത്. തലയ്ക്ക് വീണൊക്കെ അവർ മുറിച്ചു മാറ്റും. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, മുറിച്ചു മാറ്റുമെന്ന് വിചാരിക്കണു. കുറച്ചൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പുറ്റ് കണ്ടില്ലേ, കുറേ സ്ഥലത്ത് കണ്ടു പുറ്റ്. അവിടെ നോക്ക്, അതാ ചെറുത് വരുന്നത്. കുറേ സ്ഥലത്തുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് ബാംബു ഫോറസ്റ്റൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു.